Okay. Our next topic is amount of rows and columns. It's a continuation from the part 1 of data frames. Before going to this topic, kindly review that part 1. Thereafter, you come to this slide. Okay. Okay, we can find out how many rows and columns present in our data frame by using the DIM function. That is dimension. നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത് ഡയമെൻഷൻ ആണ് നമ്മുടെ ഫംഗ്ഷന്റെ ഡയമെൻഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോറി ഫംഗ്ഷന്റെ അല്ല ഡേറ്റ ഫ്രെയിമിന്റെ ഡയമെൻഷൻ ഫ്രെയിമിന്റെ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര റോസ് ഉണ്ട് എത്ര കോളംസ് ഉണ്ടെന്നാണ് അതിനകത്ത് മീൻ ചെയ്യുന്നത് സോ നമുക്ക് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ ഫ്രെയിം ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സെയിം തന്നെയാണ് ഇവിടെ പറയുന്നത് ഒന്നുകൂടെ ഞാൻ വേണേൽ പറയാം ഫ്രണ്ട് ഡോട്ട് ഡേറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ ഡേറ്റ ഫ്രെയിമിന്റെ പേര് ദെൻ ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ ആദ്യം ഡേറ്റ ഫ്രെയിം ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു ഡേറ്റ ഫ്രെയിം ഫംഗ്ഷനകത്ത് നമ്മുടെ കോളംസ് ആൻഡ് റോസ് നമുക്ക് മെൻഷൻ ചെയ്യണം സോ ഫസ്റ്റ് കോളത്തിന്റെ പേര് ഫ്രണ്ട് ഐഡിക്കകത്ത് വാല്യൂസ് സി ഓഫ് 1 to 5 1 to 5 എന്നും 1 2 3 4 5 ആണ് വാല്യൂസ് താഴെയായിട്ട് ആ ഒരു കോളത്തിൽ വരും സെക്കൻഡ് കോളത്തിന്റെ പേരാണ് ഫ്രണ്ട് നെയിം അതിനകത്ത് പറയേണ്ട നെയിംസ് എന്ന് പറയുന്നത് സച്ചിൻ സൗരവ് ദ്രാവിഡ് സേവാഗ് ആൻഡ് ധോണി അതും ആ പേരുകൾ താഴെ വരും എന്നിട്ട് നമ്മൾ പറയുന്നു സ്ട്രിങ് ആസ് ഫാക്ടേഴ്സ് ഫോൾസ് അതായത് നമ്മൾ ഈ സ്ട്രിങ്സിനെ ഫാക്ടേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല എന്താണോ ഡേറ്റ അതേപടി തന്നെ നമ്മൾ അതിനെ കീപ്പ് ചെയ്യുവാണ് സോ അതെടുത്ത് പറയുന്നതാണ് സ്ട്രിങ് ആസ് ഫാക്ടേഴ്സ് ഇസ് ഈക്വൽ ടു ഫോൾസ് ദെൻ നമ്മൾ പറഞ്ഞ പോലെ DIM ഫംഗ്ഷൻ DIM ആണ് നമ്മുടെ ഫംഗ്ഷൻ ഫോർ ഫൈൻഡിങ് ദ ഡയമെൻഷൻ ഓഫ് എ പർട്ടിക്കുലർ ഡേറ്റ ഫ്രെയിം സോ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു എന്നിട്ട് അതിനകത്തോട്ട് ഏത് ഡേറ്റ ഫ്രെയിമിന്റെ ഡയമെൻഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ആ ഒരു വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നു പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് 5 റോസും 2 കോളംസും ആണ് ഫസ്റ്റ് നമ്പർ റെപ്രസെന്റ്സ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് ദ സെക്കൻഡ് നമ്പർ റെപ്രസെന്റ്സ് ദ നമ്പർ ഓഫ് കോളംസ് നമ്മുടെ ഡേറ്റ ഫ്രെയിമിൽ 5 റോയും 2 കോളവും ആണുള്ളത് അതായിരിക്കും അവിടെ പ്രിന്റ് ആയിട്ട് വരുന്നത് ഓക്കെ ഏത് കോളം ഒന്നും കൂടെ ഒരു കാണിച്ചു തരാം നമ്മുടെ ഡേറ്റ ഫ്രെയിം ഏതായിരുന്നു എന്നുള്ളത് ഇതായിരുന്നു നമ്മുടെ ഡേറ്റ ഫ്രെയിം ഇത് നോക്കിയാൽ 1 2 3 4 5 നമ്പർ ഓഫ് റോസും ഇത് കോളം 2 കോളമേ ഉള്ളൂ ഓക്കെ ആദ്യത്തെ 1 2 3 4 5 ഡേറ്റ ഫ്രെയിമിന്റെ ഇൻഡെക്സിങ് ആണ് സോ ആ 5 റോസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആൻഡ് 2 കോളംസ് ഓക്കെ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആഡ് റോസ് ആൻഡ് കോളംസ് ഇൻ ആർ ഡേറ്റ ഫ്രെയിം ഓൾറെഡി നമ്മൾ കോളംസിനെ ആഡ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് കണ്ടിരുന്നു ഡേറ്റ ഫ്രെയിംസ് പാർട്ട് 1 എങ്ങനെയാണ് ഒരു കോളം ആഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തതാണ് സോ നമുക്കിവിടെ അതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ടു ആഡ് റോസ് ആൻഡ് കോളംസ് ഇൻ ഡേറ്റ ഫ്രെയിം യു ക്യാൻ യൂസ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആർ ബൈൻഡ് അതായത് റോസിനെ ആഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഫംഗ്ഷൻ യൂസ് ചെയ്യാം ആർ ബൈൻഡ് ഫംഗ്ഷൻ റോ ബൈൻഡ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മളിപ്പോൾ ഇവിടെ പ്രൊഡക്ട്സ് എന്ന പേരിൽ ഒരു ഡേറ്റ ഫ്രെയിമിന് ക്രിയേറ്റ് ചെയ്യുന്നു സോ പ്രൊഡക്ട്സ് ഡേറ്റ ഡോട്ട് ഫ്രെയിം നമ്മൾ ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാണ് അതിന്റെ ഫസ്റ്റ് കോളം പ്രോഡക്റ്റ് ID സെക്കൻഡ് കോളം പ്രോഡക്റ്റ് നെയിം തേർഡ് കോളം പ്രൈസ് ആൻഡ് ഫോർത്ത് കോളം സ്റ്റോക്ക് എല്ലാത്തിനകത്തും 3 ഡേറ്റ വെച്ചിട്ടാണ് പ്രൊഡക്റ്റ് ID 101 102 103 അത് നമ്മൾ കമ്പൈൻഡ് ഫംഗ്ഷൻ വെച്ച് എൻ്റർ ചെയ്യുന്നു അതാണ് ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ പ്രോഡക്റ്റിന്റെ വാല്യൂസ് അവിടെ കാണാം ദെൻ പ്രോഡക്റ്റ് നെയിം എന്ന് പറഞ്ഞ് നമ്മൾ പ്രോഡക്റ്റുകളുടെ പേര് 3 പേരുകൾ നമ്മളവിടെ പാസ് ചെയ്ത് വിടുന്നു ദെൻ പ്രൈസ് ആദ്യത്തെ പ്രോഡക്റ്റിന്റെ പ്രൈസ് രണ്ടാമത്തെ പ്രോഡക്റ്റിന്റെ പ്രൈസ് മൂന്നാമത്തെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇനി എത്ര സ്റ്റോക്ക് ഉണ്ടെന്നാണ് ആദ്യത്തെ പ്രോഡക്റ്റ് 50 കൗണ്ട് സെക്കൻഡ് പ്രോഡക്റ്റ് 30 കൗണ്ട് ആൻഡ് തേർഡ് പ്രോഡക്റ്റ് 25 കൗണ്ട് അപ്പൊ നമ്മൾ എത്ര കോളംസ് ഉണ്ട് നമുക്ക് 4 കോളംസും 3 റോസും ആണ് ഇവിടെ വന്നേക്കുന്നത് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിലേക്ക് പുതിയ റോ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യാൻ പുതിയ ഫീൽഡ് അല്ല പുതിയൊരു പ്രൊഡക്റ്റിനെ ആഡ് ചെയ്യാൻ പോവാണ് സോ ആ പ്രൊഡക്റ്റിന് എന്തൊക്കെ കാണും ഒരു പ്രൊഡക്റ്റ് ID കാണും പ്രൊഡക്റ്റ് നെയിം കാണും പ്രൈസ് കാണും സ്റ്റോക്കും കാണും അപ്പൊ ഇത്രയും സാധനം നമുക്ക് ആഡ് ചെയ്ത് വിടണം സോ നമ്മൾ എക്സിസ്റ്റിംഗ് ഡേറ്റ ഫ്രെയിം അതായത് ഇപ്പോൾ ഉള്ള ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്നത് നമ്മളിത് ഈ ഡേറ്റ ഫ്രെയിമിനെ അങ്ങ് പ്രിന്റ് ചെയ്യിച്ചു അതാണ് ഈ ലൈൻ ഉദ്ദേശിക്കുന്നത് ഈ ഔട്ട്പുട്ട് കാണിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ ദെൻ ആഡിങ് ന്യൂ റോ നമ്മൾ പുതിയൊരു റോ ആഡ് ചെയ്യാൻ പോവാണ് പുതിയ റോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ന്യൂ പ്രോഡക്റ്റ് എന്നും പറഞ്ഞ് നമ്മളൊരു വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നു അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ് ആ പ്രൊഡക്റ്റിന്റെ ID ആദ്യം പ്രൊഡക്റ്റിന്റെ ID ആണ് ഫസ്റ്റ് കോളം സോ പ്രൊഡക്റ്റ് ID പാസ് ചെയ്യുന്നു
സെക്കൻഡ് കോളം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് നെയിം ആണ്, ആ പ്രൊഡക്റ്റിന്റെ പേര് നമ്മൾ ആഡ് ചെയ്യുന്നു. തേർഡ് കോളം എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ പ്രൈസ് ആണ്, പ്രൊഡക്റ്റ് പ്രൈസ് ആഡ് ചെയ്യുന്നു. ഇനി ആ പ്രൊഡക്റ്റ് എത്ര കൗണ്ട് ഉള്ളതെന്നാണ് ഫോർത്ത് കോളം പറയുന്നത്, അതുകൊണ്ട് അതിന്റെ കൗണ്ട് 40 ആഡ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ എൻറ്റർ ചെയ്ത ഈ ഒരു വെക്ടറിനെ നമുക്ക് ഡേറ്റ ഫ്രെയിമിലെ അടുത്ത പ്രൊഡക്റ്റ് ആയിട്ട് എൻറ്റർ ചെയ്യണം, ഫോർത്ത് റോ ആയിട്ട് എൻറ്റർ ചെയ്യണം. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. ന്യൂ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മളൊരു വെക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുവാണ് ചെയ്യുന്നത്, ആർ ബൈൻഡ് വെച്ചിട്ട് നമ്മുടെ ഡേറ്റ ഫ്രെയിം പ്രോഡക്ട്സ് ആണ്. അപ്പം ഈ പ്രോഡക്ട്സിലേക്ക് നമ്മൾ ന്യൂ പ്രൊഡക്റ്റിനെ ആഡ് ചെയ്യാൻ പോവാണ്. സോ എങ്ങോട്ടാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് കൊടുക്കുന്നു. എങ്ങനെയാണ് ആർ ബൈൻഡ് വെച്ച് ആദ്യം എങ്ങോട്ടാണ് ആഡ് ചെയ്യേണ്ടത് ആ ഡേറ്റ ഫ്രെയിമിന്റെ പേര് കൊടുക്കുക. ദെൻ എന്താണോ ആഡ് ചെയ്യേണ്ടത് ആ വേരിയബിൾ പ്രൊവൈഡ് ചെയ്യുക. അതാണ് അവിടെ ചെയ്തേക്കുന്നത്. നമ്മൾ ചെയ്ത് പ്രോഡക്ട്സ് ഗെറ്റ്സ് ആർ ബൈൻഡ് പ്രോഡക്ട്സ് കോമ ന്യൂ പ്രോഡക്റ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ അതിനെ പ്രിന്റ് ചെയ്യിക്കുവാണ്. സെയിം രീതിയിൽ തന്നെ ഇങ്ങനെ കൊടുത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ, ഈ ക്യാറ്റ് കൊടുത്തില്ലേലും പ്രശ്നമില്ല. പ്രിന്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. പ്രിന്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് ഫോർത്ത് റോ അവിടെ ആഡ് ആയിട്ട് വന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കോളം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നും കണ്ടു, റോസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നും കണ്ടു. ഇനി നമുക്ക് അടുത്തത് റിമൂവ് റോസ് ആൻഡ് കോളംസ്, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡേറ്റ ഫ്രെയിമിൽ നിന്ന് ഒരു കോളമോ ഒരു റോയോ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമുക്ക് ഒരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം ഈ ഓപ്പറേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ നമ്മളൊരു ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തിരിക്കുവാണ്. ഇവിടെ നമ്മളൊരു ലൈബ്രറി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ ലൈബ്രറി ഫംഗ്ഷന്റെ യൂസേജ് ഒന്നും വന്നിട്ടില്ല. മെയിൻ കോഡിൽ നിന്നും നമുക്കിവിടെ ബേസ് ആയിട്ട് ആറിന്റെ ഫയൽസ് ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറിയുടെ ആവശ്യം ഇവിടെ ഇല്ല കേട്ടോ. ഈ ലൈബ്രറി ഇല്ലാതെ നമ്മുടെ ഈ കോഡ് റൺ ആവും. സോ നമ്മളിവിടെ ക്രിയേറ്റിംഗ് ദ ഡേറ്റ ഫ്രെയിം, നമ്മൾ ഡേറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ഫ്രണ്ട് ഐ ഡി നമ്മൾ ഇത്രയും നേരം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനകത്തോട്ട് നമ്മളൊരു എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞ് ഒരു ഡേറ്റയും കൂടെ നമ്മൾ ഒരു കോളം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ എക്സ്ട്രാ ആയിട്ട്. ഓക്കെ, അതിന്റെ ഔട്ട്പുട്ടാണ് അവിടെ കാണിക്കുന്നത്. ഒരു ഓറിയന്റേഷനൊക്കെ ഇച്ചിരി ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഫ്രണ്ട് ഐ ഡി ആണ് 1 2 3 4 5, ഫ്രണ്ട് നെയിം സച്ചിൻ സൗരവ് ദ്രാവിഡ് സേവാഗ് ആൻഡ് ധോണി, ആൻഡ് ലൊക്കേഷൻ കൊൽക്കത്ത ഡൽഹി ബാംഗ്ലൂർ ഹൈദരാബാദ് ആൻഡ് ചെന്നൈ. അതിങ്ങനെ താഴെയാണ് വരുന്നത്. ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഓറിയന്റേഷൻ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി ഇത് ഇങ്ങനെയായിരിക്കും. ഹൈദരാബാദ് ആൻഡ് ചെന്നൈ, ഇതാണ് നമ്മുടെ 3 കോളംസ് വരുന്നത്. ഓക്കെ, നമ്മൾ ഡേറ്റ എന്ന് കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ പ്രിന്റ് കൊടുത്തില്ലേലും അത് വർക്കാവും. ഓൾറെഡി ആറിനകത്ത് പ്രിന്റ് സപ്പോർട്ട് ചെയ്യും. പ്രിന്റ് കൊടുക്കാതെ ജസ്റ്റ് ആ വേരിയബിളിന്റെ പേര് മാത്രം കൊടുത്താലും അത് പ്രിന്റ് വരും. സോ ഡേറ്റ എന്ന് മാത്രം കൊടുത്താൽ നമുക്ക് ഈ ഔട്ട്പുട്ട് കിട്ടും. ദെൻ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ ID3 എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ റോ മൊത്തം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. സോ അതിന് ചെയ്യുന്ന എന്ത് ചെയ്താൽ മതി, സബ്സെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. അതായത് ഇതിനകത്ത് നിന്ന് ഒരു വാല്യൂ ഡിലീറ്റ് ചെയ്താൽ കിട്ടുന്ന പുതിയ ഡേറ്റ ഫ്രെയിം എന്ന് പറയുന്നത് ഇതൊരു സൂപ്പർ സെറ്റും ആ പുതിയ ഡേറ്റ ഫ്രെയിം എന്ന് പറഞ്ഞൊരു സബ്സെറ്റും ആയിരിക്കും. സോ അതിനോടാണ് നമ്മൾ സബ്സെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡേറ്റനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണ്. നമ്മുടെ ഡേറ്റ ഫ്രെയിം ആയിട്ടുള്ള ഡേറ്റനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണ്. എങ്ങനെയാണ്, സബ്സെറ്റ് ഫംഗ്ഷൻ എടുത്തു, എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ആ ഡേറ്റ ഫ്രെയിമിന്റെ പേര് കൊടുത്തതാണ് നമ്മുടെ ഡേറ്റ കോമ എന്താണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, ഫ്രണ്ട് ഐ ഡി നോട്ട് ഈക്വൽ ടു 3. അതായത് നമ്മൾ ഈ ഡേറ്റയിൽ നിന്നും ആ ഡേറ്റയിലേക്ക് തന്നെ നമ്മൾ ഡേറ്റാസിനെ കോപ്പി ചെയ്യുവാണ്, അല്ലെ ഡേറ്റ ഫ്രെയിമിനെ കോപ്പി ചെയ്യുവാണ്. ഒരാൾ ഒഴികെ, ഏതാണ്, ഫ്രണ്ട് ID 3 ആയിട്ടുള്ള ഡേറ്റ ഒഴികെ ബാക്കി എല്ലാവരെയും കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്യുമ്പോഴായിട്ടുള്ള എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡേറ്റനെ പ്രിന്റ് ചെയ്യിക്കുന്നു. പ്രിന്റ് ചെയ്യിക്കുമ്പോൾ വരുന്നത് എന്താണെന്ന് നോക്കി, എന്തൊക്കെയാണ് വരുന്നത്, ഫ്രണ്ട് ID ഉണ്ട്, ഫസ്റ്റ് റോ ഉണ്ട്, കൊൽക്കത്ത എന്നുള്ളതുണ്ട്. തൊട്ട് മുകളിലത്തെ നോക്കിയാൽ മതി. സെക്കൻഡ് റോ സൗരവിന്റെ റോയും ഉണ്ട്. തേർഡ് റോ ആരുടെ വാല്യൂ ആണ്, ദ്രാവിഡിന്റെ വാല്യൂ ആണ് അവിടെ ഡിലീറ്റ് ആയിട്ട് പോയേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോൾ റോനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്. നമുക്കിനി കോളം ഡിലീറ്റ് ചെയ്യണം അല്ലേ. കോളം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഒറ്റ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണിത്. നേരത്തെ സെയിം എക്സാമ്പിളിൽ കോളം ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ എടുത്തിട്ട് നമ്മളിവിടെ സെലക്ട് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. മറ്റടുത്ത് നമ്മൾ യൂസ് ചെയ്ത ഫംഗ്ഷൻ ഏതായിരുന്നു, സബ്സെറ്റ് ആണെങ്കിൽ ഇവിടെ നമ്മളൊരു പെർട്ടിക്കുലർ കോളംസ് സെലക്ട് ചെയ്യുവാണ്. എന്ത് നോക്കിയോ,
ഡേറ്റയിൽ നിന്നും നമ്മൾ ഡേറ്റയിലേക്ക് തന്നെ നമ്മൾ സെലക്ട് ചെയ്യുവാണ്. എന്തൊഴികെ? ലൊക്കേഷൻ ഒഴികെ. അതായത് നമ്മൾ ആ കോളത്തിന്റെ പേര് മൈനസ് വെച്ച് മെൻഷൻ ചെയ്യുകയാണ്. നമ്മൾക്ക് ഓൾറെഡി നമ്മൾ ഡേറ്റാസിനെ റിമൂവ് ചെയ്യാൻ പർട്ടിക്കുലർ പൊസിഷൻസ് വെച്ച് ഇൻഡെക്സിങ്ങിന്റെ, അതായത് നമ്മൾ സബ്സെറ്റ് ഓപ്പറേഷന്റെ കേസ് പറഞ്ഞായിരുന്നു. സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ, സബ്സെറ്റ് അല്ല സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന കേസ് നമ്മൾ നേരത്തെ അറേസിന്റെ കേസിലൊക്കെ പറഞ്ഞു. നമുക്കൊരാളെ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ഒരു പൊസിഷൻ, അതായത് മൈനസ് ഓഫ് ആ പർട്ടിക്കുലർ പൊസിഷൻ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഡേറ്റ ഒഴിച്ച് ബാക്കി എല്ലാവരും കോപ്പി ആവുമെന്ന് പറഞ്ഞു. ആ സെയിം ആണ് ഇവിടെയും വർക്ക് ആവുന്നത്. നമ്മളിവിടെ സെലക്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. എവിടുത്തെ ഡേറ്റനെയാണോ കോപ്പി ചെയ്യേണ്ടത് ആ ഡേറ്റ ഫ്രെയിമിന്റെ പേര് കൊടുക്കുന്നു. ആരെയാണോ അതിനകത്തുനിന്ന് മാറ്റേണ്ടത് അത് മൈനസ് ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ലൊക്കേഷൻ ആയിരുന്നു നമുക്ക് മാറ്റേണ്ടത്. നമ്മൾ മൈനസ് ലൊക്കേഷൻ ഇട്ട് കൊടുത്ത് ഡേറ്റാനെ വീണ്ടും പ്രിന്റ് ചെയ്യിച്ചപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ആ ഒരു പർട്ടിക്കുലർ കോളം അവിടുന്ന് ഡിലീറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് രണ്ട് ഡേറ്റ ഫ്രെയിംസിനെ എങ്ങനെ കമ്പൈൻ ചെയ്യാം. നമുക്ക് രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം. വെർട്ടിക്കലിയും കമ്പൈൻ ചെയ്യാം, ഹൊറിസോണ്ടലിയും കമ്പയർ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് വെർട്ടിക്കലി കമ്പൈൻ ചെയ്യുന്നത് നോക്കാം. വെർട്ടിക്കലി കമ്പൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആർ ബൈൻഡ് ആണ്. വെർട്ടിക്കലി കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഫംഗ്ഷൻ ആണ്? ആർ ബൈൻഡ് ഫംഗ്ഷൻ. അപ്പൊ ഇതിനു മുമ്പ് നമ്മളൊരു ആർ ബൈൻഡ് കണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ആർ ബൈൻഡ് നെക്സ്റ്റ് യൂസ് ആണ് കാണുന്നത്, കമ്പൈനിങ് ഡേറ്റ ഫ്രെയിംസ് ഇൻ ആർ. സോ നമ്മൾ രണ്ട് ഡേറ്റ ഫ്രെയിംസ് കമ്പൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സോ ഡേറ്റ ഫ്രെയിം 1 എന്നും പറഞ്ഞ് ഞാനൊരു ഡേറ്റ ഫ്രെയിം ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഡേറ്റ ഫ്രെയിം 2 എന്ന് പറഞ്ഞത് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ രണ്ടെണ്ണാണ് ഈ രണ്ട് റോസ് ആൻഡ് കോളംസ് വരുന്ന, അല്ല, 2 റോയും 3 കോളവും വരുന്ന രണ്ട് ഡേറ്റ ഫ്രെയിംസ് ആണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ നോക്കാം. ആദ്യത്തെ ഡേറ്റ ഫ്രെയിമിന് ഇവിടെ പ്രിന്റ് ചെയ്യിച്ചു, പ്രിന്റ് DF1, ആൻഡ് സെക്കൻഡ് ഡേറ്റ ഫ്രെയിം പ്രിന്റ് DF2. ഇനി നമ്മൾ ചെയ്യുന്ന ഇവരെ കമ്പൈൻ ചെയ്യണം അല്ലെ. കമ്പൈൻ ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ഡേറ്റ ഫ്രെയിമിന് പുതിയൊരു പേര് കൊടുക്കുകയാണ്, കമ്പൈൻഡ് DF. അതായത് കമ്പൈൻ ചെയ്ത് വരുന്ന ഡേറ്റ ഫ്രെയിമിന്റെ പുതിയ പേര് ആർ ബൈൻഡ് ഓഫ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആർ ബൈൻഡിനകത്തോട്ട് ആരെയൊക്കെയാണ് കമ്പൈൻ ചെയ്യേണ്ടത് അവരെ 1 by 1 ആയിട്ട് പാസ് ചെയ്ത് വിടുക. ഡേറ്റ ഫ്രെയിം 1 ആൻഡ് ഡേറ്റ ഫ്രെയിം 2. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഈ കമ്പൈൻഡ് DFനെ പ്രിന്റ് ചെയ്യിക്കുന്നു. ജസ്റ്റ് കമ്പൈൻഡ് DF പ്രിന്റ് എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. നോക്കി, ഡേറ്റ ഫ്രെയിം 1 ആണിത്, ഇത് ഡേറ്റ ഫ്രെയിം 2 ആണ്. നമ്മൾ വെർട്ടിക്കലി ആണ് കമ്പൈൻ, അതായത് ഒന്നിന്റെ താഴെ അടുത്ത ഡേറ്റ ഫ്രെയിം എന്നുള്ള രീതിയിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. കമ്പൈൻ ചെയ്തപ്പോൾ നോക്കുക, ആലീസ് ആൻഡ് ബോബ് ആയിരുന്നു DF1, ചാർലി ആൻഡ് ഡേവിഡ് ആയിരുന്നു DF2. അതിങ്ങനെ താഴെയായിട്ട് കമ്പൈൻഡ് ആയി. ഇതാണ് വെർട്ടിക്കലി കമ്പൈൻ എന്ന് പറയുക. ഒന്നുമില്ല, രണ്ട് ഡേറ്റ ഫ്രെയിംസ് ക്രിയേറ്റ് ചെയ്യുക. ആ രണ്ട് ഡേറ്റ ഫ്രെയിംസിന്റെ പേര് നമ്മൾ ആർ ബൈൻഡ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തിട്ട് ആ വാല്യൂ പുതിയൊരു വേരിയബിളിലേക്ക് കൊടുക്കുക. ആ പുതിയ വേരിയബിൾ പ്രിന്റ് ചെയ്യുക. ഇത്രേ ഉള്ളൂ കമ്പൈനിങ് ഡേറ്റ ഫ്രെയിംസ് വെർട്ടിക്കലി. കമ്പൈനിങ് ഡേറ്റ ഫ്രെയിംസ് ഹൊറിസോണ്ടലി ആകുമ്പോൾ എന്തായിരിക്കും ഫംഗ്ഷൻ വരിക? സി ബൈൻഡ് എന്നായിരിക്കും വരുന്നത്. എന്ത് ചെയ്താൽ മതി? ആകെ ഒരു വ്യത്യാസം വരുന്നത് എന്താ? സെയിം കോഡ് തന്നെയാണ്. പ്രിന്റ് DF1, പ്രിന്റ് DF2. ആർ ബൈൻഡിന് വരെ ഇവിടെ ആര് വന്നു? സി ബൈൻഡ് വന്നു. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സെയിമിനെ പ്രിന്റ് ചെയ്യിക്കുക. പ്രിന്റ് ചെയ്യിക്കുമ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും വരിക? ഹൊറിസോണ്ടലി ആയിരിക്കും വരിക. അതായത് ഇവിടെ നേരത്തെ ഈ ഒരു കേസിൽ ആലിസ് ബോബ് ചാർലി ഡേവിഡ് എന്ന് വന്നപ്പോൾ വന്നത് എങ്ങനെയാണോ ആ സെയിം, അല്ല, ഇവിടെ ആലിസും ബോബും ചാർലിയും ഡേവിഡിന്റെയും കേസിൽ നമ്മൾ താഴെയാണ് വന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും? നേരെ ആയിരിക്കും വരിക. അതായത് നമുക്ക് ഇവിടെ നേരെ വരുമ്പോൾ നമുക്ക് എന്തേ ആഡ് ചെയ്യാൻ പറ്റും? ഒരിക്കലും നെയിമും ഏജും സ്കോറും ആയിരിക്കില്ല രണ്ടാമത്തെ ഡേറ്റ ഫ്രെയിമിൽ. അതായത് പുതിയ കോളംസ് ആഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഹൊറിസോണ്ടൽ ബൈൻഡിങ്ങിനകത്ത് വരുന്നത്. അതായത് ഇവിടെ ആദ്യത്തെ ഡേറ്റ ഫ്രെയിം നെയിം, ഏജ് ആൻഡ് സ്കോർ, സെക്കൻഡ് ഡേറ്റ ഫ്രെയിം ഹൈറ്റ് ആൻഡ് വെയിറ്റ് ആണ്. സോ അത് കോളംസ് ആയിട്ട് ആഡ് ചെയ്ത് ഈ രീതിയിലായിരിക്കും വരിക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ ഫ്രെയിം, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡേറ്റ ഫ്രെയിം. അപ്പോൾ ഈ ഫസ്റ്റ് ഡേറ്റ ഫ്രെയിമിന്റെ റൈറ്റ് സൈഡിലേക്ക് സെക്കൻഡ് ഡേറ്റ ഫ്രെയിം വന്നു. ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ ഡേറ്റ ഫ്രെയിംസിന്റെ ടോപ്പിക്ക്. അപ്പം ഞാൻ രണ്ട് പാർട്ടായിട്ടാണ് ഇട്ടേക്കുന്നത്. ഡേറ്റ ഫ്രെയിം 1ഉം ഡേറ്റ ഫ്രെയിം 2. പാർട്ട് 1 പാർട്ട് 2 എന്നാണ് ഇട്ടേക്കുന്നത്. പാർട്ട് 1 കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ നിങ്ങളത് റിവൈസ് ചെയ്യുക. ഫസ്റ്റ് പാർട്ട് 1 വായിക്കുക, ദെൻ ശ്രദ്ധിക്കുക, ദെൻ പാർട്ട് 2ലേക്ക് വരും. ഓക്കെ, അപ്പം ഇത്രകൊണ്ട് നമ്മുടെ ഡേറ്റ ഫ്രെയിംസ് എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയി.